വെടിക്കെട്ട് നടക്കുന്നിടത്തു നിന്ന് 100 മീറ്റർ വരെ ആളുകളെ ഒഴിപ്പിക്കണമെന്ന വ്യവസ്ഥയടക്കം ഒരു നിയന്ത്രണവും പാലിക്കാതെ വെടിക്കെട്ട് നടത്തുന്നതാണ് അപകടങ്ങൾക്ക് കാരണം. 15 കിലോ വരെ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കാനുള്ള കളക്ടറുടെ അനുമതിയുടെ മറവിൽ സംഘാടകർ പൊട്ടിക്കുന്നത് 8000 കിലോ വരെ. വെടിക്കെട്ട് അപകടങ്ങൾ കൂടിയിട്ടും വിശദമായ പഠനമോ നടപടിയോ ഉണ്ടായിട്ടില്ല. വെടിക്കെട്ട് നടക്കുന്നതിന്റെ 100 മീറ്റർ ചുറ്റളവിൽ നിന്ന് ആളുകളെയും മൃഗങ്ങളെയും പൂർണ്ണമായും മാറ്റി നിർത്തണം. എത്ര ഡെസിമൽ ശബ്ദമുണ്ടാകുന്നുവെന്ന് പരിശോധന നടത്തണം. കത്തിക്കാൻ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കൾ വിദഗ്ധരെ കൊണ്ട് പരിശോധിപ്പിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങിയിരിക്കണം. അപകട സാധ്യതയില്ലെന്ന് ജില്ലാ ഭരണകൂടവും പോലീസും ഉറപ്പുവരുത്തണം. ഉത്സവങ്ങൾക്കും മറ്റ് ആഘോഷങ്ങൾക്കും വെടിക്കെട്ട് നടത്തുന്നതിന് ഇത്തരം കർശന വ്യവസ്ഥകളുണ്ടെങ്കിലും ഒന്നും പാലിക്കാറില്ല. തൃശ്ശൂർ പൂരത്തിന് കാണുന്നത് ഈ 20 പടക്കം പൊട്ടുന്ന സ്ഥലത്തിന്റെ 20-25 മീറ്റർ അകലെ ആനയെ ഇവര് കോലം കൊടുത്ത് അവിടെ നിർത്തും. പിന്നെ നമ്മൾ കാണുന്നത് 40-35 മീറ്റർ അകലെ ജനം പോയി നിൽക്കും. ഇതിന്റെ ഇടയിൽ അപകടം ഉണ്ടായി കഴിഞ്ഞാല് ഇവര് പറയും ഇതിന് അനുമതി കൊടുത്തിട്ടില്ല എന്ന് പറയും. അപകടം ഉണ്ടായില്ലെങ്കിൽ ഇവരിങ്ങൊരു സംഭവം നടന്നതായിട്ട് തന്നെ അവരുടെ ദൃഷ്ടിയിൽ അത് വരില്ല. അതിനെക്കുറിച്ച് പിന്നീട് അന്വേഷണങ്ങളും നടക്കില്ല. നമ്മൾ പരാതി കൊടുത്താൽ തന്നെ അപകടമൊന്നും ഉണ്ടായിട്ടില്ല എന്നിട്ട് ഒരു മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്ത് അത് അവസാനിപ്പിക്കും. 15 കിലോ വെടിമരുന്ന് ഉപയോഗിക്കുവാനുള്ള അനുമതി നൽകുവാനേ ജില്ലാ കലക്ടർക്ക് അധികാരമുള്ളൂ. ഈ അനുമതിയുടെ മറവിൽ 8000 കിലോ വരെ കത്തിക്കുന്ന ആഘോഷ കമ്മിറ്റികളുണ്ട്. പക്ഷെ നമ്മൾ കാണുന്നത് ഈ 15 കിലോന്റെ ലൈസൻസും വെച്ചിട്ട് 8000, 9000, 12000 കിലോഗ്രാം സാധനങ്ങൾ ഉണ്ടാക്കി ഇതേ ജില്ലാ കളക്ടറുടെയും ഇതേ പോലീസ് അധികാരികളുടെയും അനുമതിയോടുകൂടി കത്തിക്കുന്നതാണ് നമ്മൾ പല സ്ഥലത്തും കാണുന്നത്. സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് അധികൃതർ വിലക്കേർപ്പെടുത്തിയാലും രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തി അവസാന നിമിഷം അനുമതി നേടിയെടുക്കും. പല ആഘോഷ കമ്മിറ്റികളും അനുമതിക്ക് പോലും കാത്തിരിക്കാറില്ല. ദുരന്തങ്ങളുണ്ടാകുമ്പോൾ മാത്രമാണ് അന്വേഷണവും നടപടിയും ഉണ്ടാകുന്നത്. മീഡിയ 1 തൃശൂർ.